അവിടെ പോയിട്ട് എത്തുമ്പോ കള്ള് ഷാപ്പിലുണ്ട് എന്ന് ആര്? അഹമ്മദുൽ ഖസാലി തങ്ങള്. അത് നമ്മക്ക് കാണുന്നത് കള്ള് പോലെ, കള്ളല്ലാതെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹാഫിദ് ബിൻ ഹജറുൽ അസ്ഖലാനി അല്ല സിറാജുദ്ദീൻ അൽ ബുൽഖൈനി തങ്ങളാന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അവര് വലിയ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അവർ പള്ളിയിലിരിക്കുമ്പോ പുറത്തുനിന്ന് ഒരാൾ കഞ്ചാവ് വെക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഒരാള് കഞ്ചാവ് വെക്കുന്നുണ്ട്. കഞ്ചാവ് ഹറാമല്ല, ഇപ്പൊ വലിയ ആഫത്ത് വന്നത് തന്നെയല്ലേ. കഞ്ചാവ് വെക്കുന്ന ആളാണ് ആട്ടി ഓടിക്കടാന്ന് പറഞ്ഞ്. അങ്ങനെ വരുമ്പോ പള്ളിക്ക് വരുമ്പോ ഇയാളെ കണ്ടപ്പോ അയാളെ ശകാരിച്ച് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് പള്ളിക്ക് വന്ന്. ആര്? ഒന്നിരിക്കലോ ഈ രണ്ട് ഇമാമിങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരാൾ, എനിക്ക് ശരിക്കും ഉറപ്പില്ല, വന്നിട്ട് നിസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചിട്ട് ഇമാമത്തിൽ എന്നിട്ട് കൈ കെട്ടിട്ട് ഫാത്തി ഓതുമ്പോ ഫാത്തി അറിയില്ല. ഫാത്തി ഓതുമ്പോ ഖുർആന്റെ ഒരൊറ്റ, ഖുർആൻ ഹാഫിളാണ് അവർ, ഒരൊറ്റ ആയത്ത് ഓർമ്മയില്ല. കൈ കെട്ടിട്ട് നോക്കുമ്പോ അല്ലാ എന്തായിപ്പോ ഇത്, ഇയാളെ പറഞ്ഞതിൽ വന്നതപ്പ എന്നെല്ലാം പറഞ്ഞ് ചുരുക്കി പറഞ്ഞിട്ട് പോയിട്ട് ആള് പോയിട്ട് മാപ്പ് ചോദിച്ചു മൂപ്പറോട്. അപ്പോ മൂപ്പർ പറഞ്ഞെന്തെന്നാൽ, ഞാൻ കഞ്ചാവ് എന്ന് പേരിട്ടത് കൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? എന്റെ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ നിസ്കാരം ഇല്ലാത്തവൻ അത് വലിച്ചെങ്ങോ നിസ്കരിക്കാൻ തുടങ്ങും. കള്ളു കുടിക്കുന്നവൻ അത് വലിച്ചാല് കള്ളുകൂടി മതിയാക്കും. അങ്ങനത്തെ കഞ്ചാവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്തുകൊണ്ട് പറഞ്ഞ്, അതാ നിന്റെ ഇൽമല്ല, അത് ആ കോയിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ കോയിനെ അറുത്തിട്ട് കുട്ടിക്കോന്ന് പറഞ്ഞു. ആ കോയിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിനെ അറുത്തിട്ട് കുട്ടിക്കോന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് ആ കോയിനെ വേങ്ങിയിട്ട് അറുത്തിട്ട് കൂട്ടിട്ടാകുമ്പോ പഴയ പോലെ തന്നെ ശരിയായി. കണ്ടാ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കഥ. ഇതാരും കട്ടുകഥകളെ സഹിഹായ വലിയ. അതേപോലെ തന്നെയാണ് ഇമാം ഖസാലി തങ്ങളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞ ആ കള്ള് ചാപ്പുന്നത് കള്ളല്ല. അത് നമുക്ക് തോന്നുകയാണ് അവർ ആ കള്ള് കുടിച്ചാൽ മനുഷ്യന് ഹിദായത്തിലേക്ക് വരുന്ന കള്ള്. ബഹുമാനപ്പെട്ട ഖസാലി ഇമാമൻ തങ്ങളെ കണ്ടപ്പോ ഒരു ഗ്ലാസ് കള്ളെടുത്തിട്ട് കൊടുത്ത്. ഖസാലി ഇമാമൻ എന്ത് വിചാരിച്ച്? ഇത് കള്ളാണ് എന്ന്. ഖസാലി ഇമാമനിക്ക് ആദ്യം മനസ്സിലായി, അപ്പം തന്നെ കുടിച്ചിരുത്തി. അതിന് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് ബേജാറാണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെന്താക്കി, കമീസിന്റെ ഉള്ളിലേക്ക് ഒഴിച്ച്. എന്നിട്ട് ആ കമീസിനെ കഴുകിയതായ വെള്ളാട്ടി ഉണ്ടല്ലോ ഖസാലി ഇമാമിന്റെ പണിക്കാരുത്തി, ഈ കമീസ് ഈ കള്ള് ഒഴിച്ച ഈ പറയുന്ന കള്ള് ഒഴിച്ച കമീസിനെ കഴുകിയ ആ വെള്ളാട്ടിന്റെ വായിലേക്ക് ഒരു തുള്ളി കഴുകുമ്പോ അതിന്റെ വെള്ളം തെറിച്ചത് കൊണ്ട് ആ വെള്ളാട്ടി വലിയൊരു ആലിമത്തായി നിന്നാ ചരിത്രം പറയുന്നത്. പിന്നെ ഖസാലി ഇമാം എനിക്ക് മനസ്സിലാക്കി, ഞാൻ അപ്പനെ കുടിച്ചിരുത്തിയായിരുന്നു. അപ്പൊ അത് കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഞാനും നീയും മനസ്സിലാക്കുമ്പോഴത്തെ കള്ള് ഷാപ്പൊന്നും അല്ല. അത് അങ്ങനത്തെ കള്ള, അത് നിസ്കാരം ഇല്ലാത്തവൻ കുടിച്ചങ്ങോ നിസ്കരിക്കാൻ തുടങ്ങും. പേര് മാത്രം കഞ്ചാവ് കള്ള് എന്ന പോലെ നിസ്കാരം ഇല്ല എന്നെല്ലാം പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ പിന്നൊരു സ്ഥലത്ത് അവർ നിസ്കരിക്കും. അവർക്ക് അങ്ങനെയാണ് അബുദാലിങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഉപ്പാപ്പൻ്റെ എത്ര കഥയായി ഞാൻ പറഞ്ഞത് അല്ലേ? മക്കത്തുനിന്ന്